ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ LDCയുടെ ഒരു എക്സാം കൂടി കഴിഞ്ഞ് കിളിയൊക്കെ പറന്നിരിക്കുന്ന കുറേ പേര് കാണും. ഇന്നത്തെ എക്സാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇന്നത്തെ എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് എഴുതാൻ പറ്റുന്നവന് റാങ്ക് കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു ഇന്നത്തെ. ഓക്കെ, മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് പരീക്ഷ എഴുതുന്നവന് കിട്ടാൻ പറ്റിയ റാങ്ക് നേടാൻ പറ്റിയ ഒരു ചോദ്യമായിരുന്നു ഇന്നത്തെ ചോദ്യ പേപ്പർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഉത്തരങ്ങൾ മാത്രം കറുപ്പിക്കാൻ പഠിച്ച പോരാ. ഉത്തരങ്ങൾ കറുപ്പിക്കാൻ മാത്രം പഠിച്ച പോരാ, ചോദ്യങ്ങൾ സ്കിപ്പ് അടിക്കാനും നമ്മൾ പഠിക്കണം. ഓക്കെ, എങ്കിൽ അങ്ങനെയുള്ളവന് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു എക്സാം ആയിരുന്നു. നമ്മുടെ മലയാളം വരെ അല്പം ഒന്ന് ലെവൽ ഉള്ളോളം ഒരു പടി കൂടിയിട്ടുണ്ട്. അപ്പം അത്രയ്ക്കും നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എക്സാം എഴുതിയവർ നിങ്ങളുടെ എക്സാം ഹാളിൽ ഇരുന്നുള്ള നിങ്ങളുടെ ആ അനുഭവങ്ങളൊന്ന് വിവരിക്കണം. നമുക്കപ്പം ഇന്നത്തെ ആൻസർ കീ നോക്കാം. നമുക്ക് ആദ്യം മലയാളത്തിൻ്റെ ഉത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത്. മലയാളത്തിൻ്റെ 10 ചോദ്യങ്ങളുണ്ടായിരുന്നു. അത്യാവശ്യം ലെവലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഉത്തരങ്ങൾ നിങ്ങൾ എത്ര മാർക്ക് ലഭിച്ചെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, മലയാളത്തിന് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പദം കണ്ടെത്താനാണ്. ഇത് നിങ്ങളതിനെ വായിച്ചെടുക്കി, ഞാൻ വായിച്ച ചിലപ്പം തെറ്റാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് 91. ഓപ്ഷൻ സി, ശരിയായ പദം കണ്ടെത്തുക എന്നാണ്. ഓപ്ഷൻ സി ആണ്. 92ാമത്തെ ചോദ്യം, നാഴികയുടെ 60-ലൊരു പങ്ക് എന്തെന്നാണ്. സോറി, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 91ാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 91 ഓപ്ഷൻ ബി ആണ്. ശരിയായ പദം കണ്ടെത്താൻ ഇതാണ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, 92ാമത്തെ ചോദ്യമാണ്. നാഴികയുടെ 60-ലൊരു പങ്ക് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, വിനാഴിക. ഓക്കെ, വിനാഴിക. അടുത്ത ചോദ്യം, പിരിച്ചെഴുതുക. പരമോച്ച നില എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത വേർഡ്സൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, പരമ പ്ലസ് ഉച്ച പ്ലസ് നിലയാണ്. ഓക്കെ, പരമ പ്ലസ് ഉച്ച പ്ലസ് നിലയാണ്. അടുത്ത ചോദ്യം, ശരിയായ പര്യായക്കൂട്ടം കണ്ടെത്താനാണ്. പ്രമാദം. ഇതിൻ്റെ ശരിയായ പദക്കൂട്ടം ഏതാണ്? പ്രമാദം. തെറ്റ്, പേരുകേട്ട, പ്രശസ്തം. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ള പദക്കൂട്ട്. പ്രമാദം. തെറ്റ്, പേരുകേട്ട, പ്രശസ്തം എന്നൊക്കെ അർത്ഥം പ്രമാദത്തിനുണ്ട്. അടുത്ത ചോദ്യമാണ്, വിപരീത പദം ഏതാണ്? ആധ്യാത്മ്യം. ആധ്യാത്മിക ജീവിതം, ഭൗതിക ജീവിതം, നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 96, നേരെ വാ നേരെ പോ. നമ്മുടെ സുരേഷ് ഗോപിയുടെ ഡയലോഗ് പോലെ ഉണ്ടല്ലേ, നേരെ വാ നേരെ പോ. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സത്യസന്ധമായി പെരുമാറുക. ഓപ്ഷൻ ബി, സത്യസന്ധമായി പെരുമാറുക. 97, മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അരജൻ ചേർത്ത് എഴുതണം. കുറേ പേരൊക്കെ തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, മലർ കളം എഴുതിക്കാത്തൊരരജൻ. ഓക്കെ, വായിച്ചൊക്കെ എടുത്തോ. അടുത്തത് സ്ത്രീലിംഗം, വൈരി. വൈരിയുടെ ഓപ്പോസിറ്റ് ഇത് പ്രീവിയസ് ആണ്. വൈരിണിയാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. വൈരിണിയാണ്. അടുത്ത ചോദ്യം, ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ എന്നതിൻ്റെ പരിഭാഷ ഏതെന്നാണ്? കവിത എന്നെ തേടി വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഉത്തരം. 99, ശരിയായ കണ്ടെത്താനാണ് ശരിയായത്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി. ഓക്കെ, ഇതാണ് നമ്മുടെ മലയാളത്തിലെ 10 ചോദ്യങ്ങൾ. ഉത്തരം കണ്ടവർ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം.